ആന്റണി സർക്കാരിന്റെ കാലഘട്ടത്തില് അവരവരുടെ നയമായിട്ട് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് പട്ടച്ചാരായം നിർത്തുന്നു, സമ്പൂർണ്ണ മദ്യ നിരോധനമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു തുടങ്ങി. പാർട്ടിക്കകത്ത് നിന്ന് അന്ന് തന്നെ പുള്ളിക്ക് എതിരെ വന്നു. ഈ തവണ നമ്മൾ ഫാമിലിയുടെ വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞ് തുടർ ഭരണം ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ പറഞ്ഞ സാധനത്തിന് അന്ന് തുടങ്ങിയ പട്ടച്ചാരായ നിരോധനം, അന്ന് 30-50 രൂപയ്ക്ക് ആൾക്കാർ കുടിച്ചോണ്ട സാധനം 350-500 രൂപ കുടിക്കുന്ന ലെവലിലേക്ക് എത്തി എന്നുള്ളതല്ലാതെ ഒരു സർക്കാരും അതിനുശേഷം ഒരു സർക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെ അതിന്റെ ഒരു അടുത്ത സ്റ്റെപ്പ് എടുക്കാനോ പറ്റില്ല. ഇടത് പിടിച്ചപ്പം അവരത് കുറച്ചുകൂടെ ലിബറലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അവരെ സംബന്ധിച്ച് അബ്കാരികളുടെ ഫണ്ട്, ഇലക്ഷൻ ഫണ്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ഷൻ ഫണ്ടുകളുടെ വലിയൊരു ഇത് വരുന്നത് അബ്കാരികൾ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ ഫണ്ട് കൊണ്ട് അവർ ഭരണം പിടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ സപ്പോർട്ട് ചെയ്യുന്നത് ജനങ്ങളെ. കാര്യം ചോദിക്കട്ടെ, ഈ ഡ്രൈ സ്റ്റേറ്റിലൊന്നും ഇലക്ഷൻ നടക്കണില്ലേ? എടാ അവിടെ അതിന് വേറെ ഫണ്ട് വരുന്നുണ്ട്, നല്ല രീതിക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഫണ്ട് വരുന്നത് അത് മാത്രമല്ലല്ലോ അവിടെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് സർക്കാർ, ഒരു രാജ്യം ഭരിക്കുന്ന സർക്കാർ ഈ രാജ്യത്തിന് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ള സാധനത്തെ മാർക്കറ്റ് ചെയ്ത് അതിന്റെ ഏറ്റവും വലിയ റവന്യൂ എടുത്തുകൊണ്ട് ഇതിനെ സിസ്റ്റത്തെ നന്നായിക്കൊണ്ട് പോകണം എന്നല്ല ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ നമുക്ക് പെട്രോളും ഇല്ല, അതുകൊണ്ട് നമ്മൾ ഇത് വിൽക്കുന്ന എന്നുള്ള രീതിയിൽ നമ്മൾ കാണാം. അതായത് നമുക്കാണെങ്കിൽ വലിയ കാര്യമായിട്ട് വലിയ സോഴ്സസ് ഒന്നും ഇല്ല, നാച്ചുറൽ സോഴ്സസ്. വണ്ടിക്കകത്ത് ഒഴിക്കാനും പറ്റത്തില്ല. ഇതാണെങ്കിൽ ആ മനുഷ്യന്റെ അകത്തെ ഒഴിക്കാൻ പറ്റത്തുള്ളൂ.